നിന്റെ സഭയാണോ നിന്റെ കംഫർട്ട് സോൺ? നിന്റെ ഔദ്യോഗിക മേഖലയാണോ നിന്റെ കംഫർട്ട് സോൺ? നിന്റെ ശുശ്രൂഷ വേദിയാണോ നിന്റെ കംഫർട്ട് സോൺ? നീ ആയിരിക്കുന്ന ദേശമാണോ നിന്റെ കംഫർട്ട് സോൺ? കംഫർട്ട് സോണുകളെ ഉടച്ചു കളയും കർത്താവ്. ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരോട് ചോദിക്ക്, ഉടഞ്ഞിട്ടുണ്ടോ കംഫർട്ട് സോണുകൾ? ആവർത്തന പുസ്തകത്തിൽ 32-ാമത് അധ്യായത്തിൽ മോശ മരിക്കുന്നതിന് മുമ്പ്, വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, മോശേ നീ ഒരു പാട്ട് എഴുതണം. പാട്ട് ജനത്തിനെ പഠിപ്പിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ അവരെ നടത്തിയ വിധങ്ങൾ അവർ പാടി പഠിക്കണം. ആ പാട്ടിൽ ഒരു വാക്ക് ഇങ്ങനുണ്ട് സാറേ, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ. 32-ാം അധ്യായം 11-ാമത് വാക്യം ഇന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ പറക്കുന്നത് പോലെ തൻ്റെ ചിറക് വിരിച്ച് അവരെ എടുത്ത് തൻ്റെ ചിറകന്മേൽ അവരെ വഹിച്ചു. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവരെ എടുത്തു തൻ്റെ ചിറകന്മേൽ അവരെ. വായിക്കാൻ കേൾക്കാൻ ഭയങ്കര രസമാണ്, പക്ഷേ കൂടിളകുന്നത് രസമുള്ള കാര്യമല്ല. നൂറുകണക്കിന് മെസ്സേജുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇന്ന് പകലിൽ നിന്നോട് പറയുന്നു, ചിലപ്പോൾ വിളിയിലേക്ക് തിരിയുന്നതിൻ്റെ കംഫർട്ട് സോണാണ് പ്രശ്നമെങ്കിൽ കർത്താവ് അതിനെ ഉടച്ച് നിന്നെ പുറത്തെടുക്കാൻ പോകുന്നു. വിളിയിലേക്ക് തിരിയുന്നത് നിന്റെ കംഫർട്ട് സോണാണ് പ്രശ്നമെങ്കിൽ കർത്താവ് നിന്റെ വിളിയിലേക്ക് തിരിക്കാൻ വേണ്ടി നിന്നെ അതിൽ നിന്ന് എടുക്കാൻ. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷികൾ വെച്ച് ഏറ്റവും സമയമെടുത്ത് വളരെ പ്ലാൻ ചെയ്ത് കൂടുണ്ടാക്കുന്നത് കഴുകനാണ്. നീണ്ട നാളുകളുടെ പ്രയത്നം കൊണ്ട് തൻ്റെ കുഞ്ഞ് കംഫർട്ടായിട്ട് വളരണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടുണ്ടാക്കും. മുട്ട വിരിഞ്ഞ് 1, 2, 3, 4 ആഴ്ചകൾ ആവുമ്പോൾ ഓരോ സമയാസമയം കൊണ്ട് ഫീഡ് ചെയ്യും. ഒന്ന് ആവശ്യപ്പെടേണ്ട കാര്യം പോലും ഇല്ല ബിജു ബ്രദറെ. കറക്റ്റ് സമയത്ത് ആഹാരത്തും വാ തുറന്ന് പിടിച്ചാൽ മാത്രം മതി. ചിലപ്പോൾ അതുപോലും വേണ്ടി വരത്തില്ല, തട്ടി കൊണ്ടുവന്ന് നൽകി തരും. നമ്മളൊന്ന് സാക്ഷ്യം പറയത്തില്ലേ? എൻ്റെ ആഗ്രഹം ഞാൻ ആവശ്യപ്പെട്ടതുപോലും ഇല്ല, കർത്താവ് എനിക്ക് വന്ന് തന്നു. ചോദിക്കേണ്ടി പോലും വന്നിട്ടില്ല, കർത്താവ് തന്നെന്ന്. നീ അന്ന് ആ കഴുകന്റെ കൂട്ടിൽ 1 മാസം 1 ആഴ്ച പ്രായമുള്ള കഴുകന്റെ കുഞ്ഞായിരുന്നത് കൊണ്ടാ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ അവന്റെ വിളിയിലേക്ക് അവൻ തിരിയേണ്ട സമയമായി എന്ന് കർത്താവിന് ബോധ്യായ. ബിനോയ് പാസ്റ്ററെ, കംഫർട്ട് സോൺ പൊളിക്കാതെ വേറെ നിവർത്തിയില്ല എന്ന് ദൈവത്തിന് ബോധ്യായാൽ, ഇത് പൊളിഞ്ഞെങ്കിലേ അവന്റെ വിളിയിലേക്ക് അവൻ എത്തത്തോളൂ, ഞാൻ ആഗ്രഹിച്ച അളവോളം അവൻ എത്തത്തോളൂ എന്ന് ബോധ്യായാൽ, നിനക്ക് കംഫർട്ട് സോൺ പണിഞ്ഞ തമ്പുരാൻ തന്നെ ചിലപ്പോൾ അത് പൊളിച്ചെന്ന് വന്നേക്കാം. ഇത് ദൈവ ശബ്ദമാണ്. ചുറ്റും നിന്നാലും അങ്ങേ നോക്കും ഞാൻ. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ കഴുകൻ, അമ്മ കഴുകൻ കൂടുകളെ പിടിച്ചു കുലുക്കും, കൊത്തിപ്പറിച്ച് തകർത്ത് കളയാൻ ശ്രമിക്കും. 100 പ്രാവശ്യം ഈ കുഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും, അജോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മറുപടി പോലും പറയാൻ ചിലപ്പോ കൂട്ടാക്കത്തില്ല. പ്രാർത്ഥനയിൽ ഒരു ദൈവശബ്ദം പോലും കേട്ടില്ലെന്ന് വന്നേക്കാം. ആരോടാ ഞാൻ സംസാരിക്കുന്നത്?
നീണ്ട നാളുകൾ കൊണ്ടുണ്ടാക്കി, നീണ്ട നാളുകളുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയ കഴുകന്റെ കൂട് പൊളിച്ച് ഈ കുഞ്ഞിനെ എടുത്ത് താഴോട്ടിടുമ്പോ നൂറുകണക്കിന് ചോദ്യങ്ങളുമായിരിക്കും കുഞ്ഞ് താഴോട്ട് പോകുന്നത്. ബിജു ബ്രദറെ, എവിടെയോ തട്ടി തകരാൻ പോകുന്നു എന്ന സമയത്തിന്റെ അടുത്ത തൊട്ടു നിമിഷം നീ കേൾക്കും, നിനക്ക് ഭക്ഷണം കൊണ്ട് തന്ന ആ കഴുകന്റെ നിന്റെ അമ്മയുടെ ചിറകടി നിന്നെ തകരുന്നതിന് മുമ്പ് കോരിയെടുത്തുകൊണ്ട് വീണ്ടും ഉയരത്തിൽ പറക്കുന്ന ദൈവശബ്ദം. തകർന്നു വന്ന് എന്താ കർത്താവ് എന്ന് ചോദിച്ച് ഈ ഹോളിൽ കയറിയപ്പോൾ നീ കേട്ട പ്രവചനങ്ങൾ ആ ചിറകടിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഒരു ശുശ്രൂഷയുണ്ടോ കർത്താവേ എന്ന് ചോദിച്ച് നീ ഹോളിൽ കയറിയപ്പോൾ നീ കേട്ട ദൈവശബ്ദം, ഹല്ലേലൂയ, പ്രവാചകൻ നിന്നെ നോക്കി പറഞ്ഞ പ്രവചന ശബ്ദം, നീ കേട്ട ചിറകടിയെന്ന്. വീണ്ടും ഉയരത്തിൽ പറന്നിട്ട് താഴോട്ടിടുമ്പോ ചിറകുകൾ ചിലപ്പോൾ ഉറച്ചെന്ന് വന്നേക്കത്തില്ല. പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയം അതിശക്തമായിരിക്കുന്ന കാറ്റുകൾക്കനുസരിച്ച് ചിറകുകളെ, കുഞ്ഞു ചിറകുകളൊന്ന് ബാലൻസ് ചെയ്യാൻ നീ ചിലപ്പോൾ പഠിച്ചത് വന്നേക്കാം. അടുത്ത നിമിഷം ചിലപ്പോൾ നീ മരണവെപ്രാളം കൊണ്ട് അടിക്കുന്ന ചിറകടികൾ ചിലപ്പോൾ നിന്നെ ആ കാറ്റിൽ മേലോട്ടൊന്ന് ഉയർത്തിയെന്ന് വന്നേക്കാം. ചില കണ്ണുകൾ നിറയുന്നത് എനിക്ക് അറിയുന്നുണ്ട്. നീ അപ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ചെവി ഓർത്താൽ, കുഞ്ഞെ, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നാളുകളിൽ മുഴുവനും ഞാൻ നിന്നെ കയറ്റി വിട്ടത്. പ്രാർത്ഥിച്ചേ. എൻ വേലയുടെ കൂട് തകരുന്നതല്ല എനിക്ക് വിഷയം. എനിക്ക് വിഷയം നിന്റെ മേൽ കടക്കുന്ന തെരഞ്ഞെടുപ്പും വിളിയുമാണ്. നീ ചോദിച്ചില്ലേ കർത്താവ് എന്താ ഇങ്ങനെ? നീ തന്ന ജോലിയല്ലേ, നീ എന്നെയല്ലേ ഇവിടെ കൊണ്ടുവന്നേ, നീ അല്ലേ എന്നെ ആക്കി വെച്ചേ, ഇപ്പൊ എന്താ ഇങ്ങനെ? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാൻ നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടത്തിലേക്ക് നീ എന്നെ കയറ്റിവിടാൻ ഇതല്ലാതെ വേറെ മാർഗം. ഈ ചോദ്യങ്ങൾ 100 പ്രാവശ്യം മോശ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ പത്രോസ് 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു കൊട്ടയിൽ വിളിച്ചവൻ, ഹല്ലേലൂയ, ശക്തനായി ഉപയോഗിക്കപ്പെട്ടിരുമ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ചോദിച്ചിട്ടുണ്ട് പൗലോസ്. എത്രയോ നിന്ദകൾ, എത്രയോ ആവശ്യങ്ങൾ എന്റെ ചുറ്റും നിന്നാലും അങ്ങേ നോക്കും. സ്തോത്രം. എത്രയോ നിന്ദകൾ. ആരൊക്കെയോ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന, എനിക്കറിയത്തില്ല, വലിയൊരു ദൈവ സാന്നിധ്യം ഏതൊക്കെയോ ശ്രേഷ്ഠകരമായ വിളിയുണ്ട് കുഞ്ഞ്. മുൻവശത്തിരിക്കുന്ന സഹോദരിമാർ ജപ്തി നോട്ടീസിൽ കൈ കിട്ടുമ്പോ വിചാരിച്ചോണം, തകരത്തില്ല കേട്ടോ, തകർക്കത്തില്ല. വിനോദ് പാസ്റ്റർ പറഞ്ഞ പദം ഞാൻ വീണ്ടും ആവർത്തിക്കും, നിന്നെ തകർക്കാനാണെങ്കിൽ ഇതിനകത്ത് പിന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ കംഫർട്ട് സോൺ പുറത്തെടുക്കുന്നില്ലേ, പക്ഷേ നിന്റെ മേൽ വിളിയുണ്ടോ, തിരഞ്ഞെടുപ്പുണ്ടോ, ഇരുമ്പോടാമ്പലുകളെയും
താമ്ര കഥകളെയും തകർക്കാൻ കർത്താവ് നിന്റെ പോവുക കൂടി ചെയ്യും കേട്ടോ. നിന്റെ കൂട് പൊളിക്കുന്നവൻ മാത്രമല്ല കർത്താവ്, നിന്റെ കൂട് തകർത്ത് കളയുന്നവൻ മാത്രമല്ല, ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും തകർത്ത് നിന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വിളിയുണ്ടെങ്കിൽ കർത്താവേ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം ഞാനാ നിന്നെ. ആമേൻ. നേരോടെ ഓടും വിളിച്ചവനെ, വിളിച്ചവനെ. കോരശിനോട് ദൈവം പറഞ്ഞു, കോരശേ ഞാൻ നിന്നെ പേർ ചൊല്ലി അതുകൊണ്ട് നിന്റെ മുമ്പിൽ തുറക്കാത്തതിനെ തുറന്ന് തന്നേ എനിക്ക് പറ്റത്തുള്ളൂ. ഇതൊരു പ്രവചന ശബ്ദമാണല്ലോ, ഇതൊരു പ്രവചന ശബ്ദമാണല്ലോ, ഇതൊരു പ്രവചന ശബ്ദമാണല്ലോ. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ വരെ തുറക്കത്തില്ല എന്ന് പറഞ്ഞതിന് എനിക്ക് നിന്റെ മുമ്പിൽ, നിന്റെ വിളി ദേശത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചിലതിനെ നിന്റെ മുമ്പിൽ തുറന്ന് തന്നേ പറ്റത്തോളം. ഇന്നലെ വരെ അടഞ്ഞതാണോ നീ കണ്ടേ? പക്ഷേ ഈ തുറക്കാൻ പോവുകയാ. മോശെ തുറന്നു തരും ഞാൻ. വിളിയുള്ള നിന്റെ മുമ്പിൽ ചെങ്കടലിൽ തുറന്നു തരും. വിളിയുള്ള നിന്റെ മുമ്പിൽ മരുഭൂമികളിൽ ഞാൻ നിന്റെ കൂടിരിക്കും. പക്ഷെ അപ്പോൾ തന്നെ നീ എന്നെ ആശ്രയിക്കാനും ഞാൻ നിന്നെ പഠിപ്പിക്കും.